നമുക്കിനി നെക്സ്റ്റ് എടുക്കാനുള്ളത് ഫോറിൻ കീ. ഓക്കെ, എന്താ ഫോറിൻ കീ? ഫോറിൻ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ആട്രിബ്യൂട്ട്. കീ ഏത് കീ ആണെങ്കിലും അതൊക്കെ എന്താണ്? ആട്രിബ്യൂട്ട് ആണ്. വിച്ച് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ടേബിൾസ്. രണ്ട് ടേബിൾസിന്റെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീ ആണ് ഫോറിൻ കീ. ഓക്കെ, എ ഫോറിൻ കീ വിൽ റിക്വയർ ഈച്ച് വാല്യൂ ഇൻ a column or set of column to match the primary key of the referential table. എന്ന് പറഞ്ഞാല് എ ഫോറിൻ കീ വിൽ റിക്വയർ ഈച്ച് വാല്യൂ. നമ്മൾ രണ്ട് ടേബിൾ ഉണ്ടായിരിക്കും. ആ രണ്ട് ടേബിളിലും ഒരു കോമൺ സെറ്റ് ഓഫ് വാല്യൂസ് മാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതന്നെ ഒന്ന് റഫറൻസ് ടേബിൾ ആയിരിക്കും, ഒന്ന് പാരന്റ് ടേബിളും ഒന്ന് ചൈൽഡ് ടേബിളും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ചൈൽഡ് ടേബിളിലായിരിക്കും ഫോറിൻ കീ ഉണ്ടാവുക. ഈ ഫോറിൻ കീ വേറെ ഒരു ടേബിളിന്റെ പ്രൈമറി കീ ആയിരിക്കും. ഓക്കെ, foreign key is a field or a collection of attribute one table that reference to the primary key in another table, and foreign key helps to maintain the data and the referential integrity. ഇന്റഗ്രിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫോറിൻ കീ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദ ഫോറിൻ കീ ഈസ് വൺ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ലിങ്ക് ടേബിൾസ് ടുഗദർ ത്രൂ ദ പ്രൈമറി കീ. ഇറ്റ് മീൻസ് ദ കോളംസ് ഓഫ് വൺ ടേബിൾ പോയിന്റ്സ് ടു ദി primary key attribute of other table. It further means that if any attribute is set as primary key attribute will work in another table as a foreign key attribute. But one should know that a foreign key has nothing to do with the primary key. ഞാൻ ഇതിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ രണ്ട് ടേബിൾ ഉണ്ട് അല്ലെ. ഒന്ന് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു റിലേഷനും ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു റിലേഷനും ഉണ്ട്. സ്റ്റുഡന്റില് 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സ്റ്റുഡന്റ് ഐ ഡി ഉണ്ട്, നെയിം ഉണ്ട്, കോഴ്സ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ 2 ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് നെയിമും ഉണ്ട്, സ്റ്റുഡന്റ് ഐ ഡി ഉണ്ട്. ഓക്കെ, ദെൻ അതിൽ യൂസ് ചെയ്യുന്ന ഡൊമൈൻസ് എന്തൊക്കെയാണ്? സ്റ്റുഡൻസ് ഐ ഡിയിൽ യൂസ് ചെയ്യുന്നത് 101 ജോൺ കമ്പ്യൂട്ടർ, then 105, 107, 108 Mary, Shiro and Bisley and computer, AI, biology and maths. Then corresponding ആയിട്ട് ഡിപ്പാർട്ട്മെന്റ്, CS ഡിപ്പാർട്ട്മെന്റ്, സയൻസ് ഡിപ്പാർട്ട്മെന്റ്, മാത്സ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറൈസേഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ സ്റ്റുഡന്റ് ഐ ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൈമറി കീ ആണ്. Okay, then it is uniquely identified. നമുക്ക് in the table attribute you can see common that the student ID. Student ID എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിളിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു കോളം ആണ്. ബട്ട് ഇറ്റ് ഹാസ് ഡിഫറെന്റ് കീ കൺസ്ട്രെയിൻസ്. പക്ഷേ ഇതിൽ എന്തുണ്ട്? ഡിഫറെന്റ് കീ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ബോത്ത് ടേബിൾസ്. ദെൻ സ്റ്റുഡന്റ് ടേബിൾ ഫീൽഡ് സ്റ്റുഡന്റ് ഐ ഡി ഈസ് എ പ്രൈമറി കീ. ഇവിടെ സ്റ്റുഡന്റ് ടേബിളിൽ സ്റ്റുഡന്റ് ഐ ഡി എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്. ദാറ്റ് ഈസ് യൂണിക്ലി ഐഡന്റിഫൈങ് all other fields of the student table. On the other hand, student ID is a foreign key attribute. ഇവിടെ എത്തുമ്പോൾ അതെന്താണ്? ഈ ഫോറിൻ കീ ആയി മാറി ഫോർ ദ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ബിക്കോസ് ഇറ്റ് ഈസ് ആക്ടിങ് ആസ് പ്രൈമറി കീ ആട്രിബ്യൂട്ട് ഫോർ ദ സ്റ്റുഡന്റ് ടേബിൾ. ദെൻ ഇവിടെ എത്തുമ്പോൾ അത് ഫോറിൻ കീ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഫോർ ദ റെഫറൻസ്. ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു 105 എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അവിടെ എന്ത് ചെയ്യാം? മാരി ആൻഡ് എ ഐ എന്നുള്ളത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫോറിൻ കീ എന്നുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, പ്രൈമറി കീ ആണ് സ്റ്റുഡന്റ് ഐ ഡി, ഇവിടെ അത് ഫോറിൻ കീ ആണ്. നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ഇത് ചൈൽഡ് ടേബിളും ഇത് പാരന്റും ഇത് ചൈൽഡും ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. R1 എന്ന് പറയുന്നത് പാരന്റും R2 എന്ന് പറയുന്നത് ചൈൽഡും. പാരന്റ് അല്ലെങ്കിൽ റെഫറൻസ് ടേബിൾ എന്നും കൂടി പറയാം. ഓക്കെ, അപ്പൊ R2ന്റെ റെഫറൻസ് ടേബിൾ ആണ് R1 വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റുഡന്റ് ഐ ഡി. ഫോറിൻ കീ ആയിട്ടുള്ള സ്റ്റുഡന്റ് ഐ ഡി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെക്കോർഡ് കനോട്ട് ബി ഇൻസേർട്ടഡ് ഇൻ ടു എ ഡീറ്റെയിൽഡ് ടേബിൾ
if corresponding record in the master table does not exist. നമുക്ക് ഒരു ഡാറ്റ ഇവിടെ എൻ്റർ ചെയ്യണമെന്ന്. ഇപ്പോൾ മാത്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സയൻസ് ഡിപ്പാർട്ട്മെന്റ്, CS ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇനി നമുക്ക് വേറെ ഒരു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എൻ്റർ ചെയ്യണം വിത്ത് സ്റ്റുഡന്റ് ID 109. 109 വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 109 എന്ന് പറയുന്ന സ്റ്റുഡന്റ് ID പാരന്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചൈൽഡിൽ എന്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല? പുതിയ ഒരു സ്റ്റുഡന്റ് ഐഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റുഡന്റ് ID ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ, വിത്ത് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫോറിൻ കീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ റെക്കോർഡ് ഓഫ് എ മാസ്റ്റർ ടേബിൾ cannot be deleted if corresponding record in the detail table actually exist. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ഒരു 105 നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഫ്രം ദി മാസ്റ്റർ ടേബിളിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് യൂസ്ഡ് ഹിയർ ആസ് എ ഫോറിൻ കീ. നമ്മൾ ഇവിടെ അത് ഫോറിൻ കീ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. R2 എന്ന് പറയുന്ന ടേബിളിൽ നമ്മളത് ഫോറിൻ കീ ആയി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് എന്ത് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റില്ല. ഇൻസേർഷനും ഡിലീഷനും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഇൻസേർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരന്റ് ടേബിളിൽ എക്സിസ്റ്റിംഗ് ആവണം. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൈൽഡ് ടേബിളിൽ എക്സിസ്റ്റ് ആവാൻ പാടില്ല. അപ്പോൾ 107 ഈസ് നോട്ട് ഹിയർ. 107 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? 107 നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പാരന്റ് മസ്റ്റ് ബി യുണീക്ക് ഓർ പ്രൈമറി കീ. പാരന്റ് എന്ന് പറയുന്നത് യുണീക്ക് ആവണം, അതേപോലെ തന്നെ പ്രൈമറി കീ ആവണം. ചൈൽഡ് മേ ഹാവ് ഡ്യൂപ്ലിക്കേറ്റ് ഓർ നൾ അൺലെസ് ഈസ് സ്പെസിഫൈഡ്. ചൈൽഡിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ആവാം. ഇവിടെ നോക്കുക 101 എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ടു ഡ്യൂപ്ലിക്കേറ്റ്. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നൾ വാല്യൂസ് കൊടുക്കാൻ പറ്റും. കൺസ്ട്രെയിൻറ്റ് സ്പെസിഫൈഡ് ഓൺ ചൈൽഡ് നോട്ട് ഇൻ പാരന്റ്. നമുക്ക് കൺസ്ട്രെയിൻസ് ഒക്കെ കൊടുക്കുന്നത് എവിടെയാണ്? ഓൺ ചൈൽഡിലാണ് നമ്മൾ കൺസ്ട്രെയിൻസ് ഒക്കെ കൊടുക്കുന്നത്. കൺസ്ട്രെയിൻസ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നാലെ പറയുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ഒക്കെ. അപ്പോൾ കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ചൈൽഡിലായിരിക്കും, നോട്ട് ഇൻ പാരന്റ്. Then parent record can delete only if no child record exists. Parent record delete ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഉണ്ടാവാൻ പാടില്ല? ചൈൽഡ് റെക്കോർഡ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ പാരന്റ് can not modify if child record exist. പാരന്റിന് അതേമാതിരി തന്നെ ഇവിടെ ഡാറ്റാസിനെ മോഡിഫിക്കേഷൻസ് വരുത്താനും പറ്റില്ല if child record exist. ചൈൽഡ് റെക്കോർഡിൽ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇത്രയാണ് നമുക്ക് ഫോറിൻ കീയില് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി അതിലെ ടേബിൾ ക്രിയേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഡാറ്റാസ് ടേബിളിൻ്റെ കമാൻഡ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓൺ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ടേബിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫീൽഡ്സ്, ഡിപ്പാർട്ട്മെന്റ് നെയിം, സ്റ്റുഡൻസ് ID ആണ്. അതേപോലെ ഫോറിൻ കീ ആയിട്ട് നമ്മൾ സ്റ്റുഡൻസ് IDനെ യൂസ് ചെയ്യുന്നുണ്ട്. വിത്ത് റെഫറൻസസ് സ്റ്റുഡൻസ് എന്നുള്ളതിൽ സ്റ്റുഡന്റ് ID ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ പറഞ്ഞ അതേ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഇതിൽ നമ്മൾ ഫോറിൻ കീനെ യൂസ് ചെയ്യാണ് വിത്ത് റെഫറൻസ് ഓഫ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിൽ സ്റ്റുഡൻസ് ID വെച്ചിട്ട്. ഓക്കെ, ഇനി in case of creating foreign key in SQL or Oracle server, following syntax will be work follows. The create table department create ചെയ്തു, name not null ആയിട്ട് indicate ചെയ്തു, foreign key reference student ID int foreign key references students ID ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇവിടെയാണെന്നുണ്ടെങ്കിൽ, ഇൻ ഒറാക്കിൾ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഫോറിൻ കീനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് എന്താണെന്നുള്ളത് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ ഒരു കീസൊക്കെ ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി കോമ്പോസിറ്റ് കീ ആൻഡ് യൂണിക് കീ എന്താണെന്നുള്ളതാണ്. കോമ്പോസിറ്റ് കീ ഈസ് എ set or two or more attribute that helps identify each tuple in a table uniquely. The attribute
in this set may not be unique when considered separately. സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് അത് യുണീക്ക് ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, ഹവർ വെൻ ടേക്കൺ ഓൾ ടുഗദർ ദേ വിൽ എൻഷുർ ദ യുണീക്ക്നെസ്. നമ്മൾ നേരത്തെ ബി സി എന്നുള്ള ഒരു കോൺസെപ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒന്ന് മാത്രം എടുത്താൽ അത് യുണീക്ക് ആയിക്കൊള്ളുന്നില്ല, രണ്ടും കൂടി വരുമ്പോഴാണ് യുണീക്ക് ആവുന്നത്. ദെൻ unique is a column or set of columns that uniquely identify each record in a table. All values will have to be unique in the key. അതിലുള്ള എല്ലാ വാല്യൂസും യുണീക്ക് ആയിരിക്കണം. A unique key differs from primary key because it can have only one null value, whereas a primary key cannot have any null value. യുണീക്ക് കീയിൽ നമുക്ക് വേണമെങ്കിൽ നൾ വാല്യൂസ് കൊടുക്കാം, പക്ഷെ പ്രൈമറി കീയിൽ എന്ത് കൊടുക്കാൻ പറ്റില്ല? നൾ വാല്യൂസ് കൊടുക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് കൺസ്ട്രെയിൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ.